ഈ റെഡ് വോളണ്ടിയർ മാർച്ച് നയിക്കുന്ന ആര്യ രാജേന്ദ്രനെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ അനുഭാവികൾ ഹൃദയത്തോട് ചേർക്കുമ്പോഴും അതൊരു തെറ്റായ കാര്യമാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ മാത്രമല്ല, പൊതുവെ വിമർശനങ്ങളെ എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകർ നേരിടുന്നത്? ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും അറിയുന്നതിലൂടെ വളരെ ചെറുപ്പത്തിലാണ്. അത് സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് വളരെ ചെറുപ്പത്തിലാണ്. ഞാൻ മേയറാകുന്നതിന് മുൻപും ശരിക്കും പറഞ്ഞാൽ റെഡ് വോളണ്ടിയർ ആയിരുന്നു. അന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം, പാർട്ടിയുടെ ജില്ലാ സമ്മേളനവും ഏരിയ സമ്മേളനവും, ഞാൻ ഉള്ള ഏരിയ സമ്മേളനവും ഒക്കെ നടക്കുന്ന സമയത്ത് മുൻപും ഞാൻ റെഡ് വോളണ്ടിയറായി മാർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേയർ ആയതിനു ശേഷം ഒരു ജില്ലാ സമ്മേളനത്തിൽ റെഡ് വോളണ്ടിയർ ആകാൻ സാധിക്കുമോ എന്ന് സത്യത്തിൽ ആദ്യം പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് മറ്റൊരു കാര്യം കൊണ്ടല്ല, എനിക്കത് വളരെ ഒരു സന്തോഷം നൽകുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഒരാൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളൊരു കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ അതിൽ വളരെ വലിയ നമ്മൾ ഒരുപാട് വിലമതിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ജില്ലാ സെക്രട്ടറി ജോയ് സാവിനോടത് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, ധൈര്യത്തോടു കൂടി ആയിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പിന്നെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മേയറിന് അങ്ങനെ ആകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെല്ലാം ഇവരുടെ ആശയത്തിനനുസരിച്ച് കൊണ്ടാണ് സ്വാഭാവികമായി സംസാരിക്കുക. അത് സെൻട്രൽ ഗവൺമെൻറ് തൊട്ട് ഏത് ഗവൺമെൻറ്റുകൾ പരിശോധിച്ചാലും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ് എപ്പോഴും നമുക്ക് മുതൽക്കൂട്ടാകുന്നത്. ഞാനും അതിനങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മേയർ എന്നത് ഞാൻ ഒരിക്കലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയിച്ചു വന്ന ആളല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. വിജയിച്ചതിന് ശേഷം, ജനങ്ങൾ വിജയിപ്പിച്ചതിന് ശേഷം പാർട്ടി എന്നെ മേയറായി ചുമതല നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് പൂർണ്ണമായി, ഞാൻ വളരെ വലുതായി കാണുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളൂ. പാർട്ടിയുടെ അനുവാദം, സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതിൽ വിമർശിക്കുന്നവർക്ക് എന്ത് കിട്ടിയാലും വിമർശിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു കാര്യമായി എടുക്കുന്നില്ല.